Dear students, hemodialysis is useful in all of the following except options: barbiturate poisoning, methanol poisoning, salicylate poisoning, digoxin poisoning. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡിജോക്സിൻ പോയിസണിങ് ആണ്. എന്താണ് അതിൻ്റെ കാരണം എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കറിയാം, ഡ്രഗ് ഹോളിഡേ ഉള്ള ഒരു ഡ്രഗാണ് ഡിജോക്സിൻ എന്ന് പറയുന്നത്. ഡിജോക്സിൻ കഴിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ടും ടിഷ്യൂ ഡിസ്ട്രിബ്യൂഷനിലേക്കാണ് പോകുന്നത്. സെല്ലുകളും അതേപോലെ ടിഷ്യൂസും ഇതിനെ അബ്സോർബ് ചെയ്യുകയും റീറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ദെൻ അത് ആവശ്യമനുസരിച്ച് റിലീസ് ചെയ്യുകയും ചെയ്യും, യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ബ്ലഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിജോക്സിൻ്റെ അളവ് കുറവാണ്. കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ഏകദേശം 1% താഴെയാണ്, ഒരു 0.5% ഒക്കെ ബ്ലഡിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് ബ്ലഡിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ അത് പെട്ടെന്ന് ടിഷ്യൂസ് ക്യാച്ച് ചെയ്ത് കീപ്പ് ചെയ്യുന്നത് കൊണ്ട്, ബ്ലഡിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഹീമോഡയാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ബ്ലഡിലുള്ള ഘടകങ്ങളെ ശുദ്ധീകരിക്കുന്ന കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഫലമായിട്ട് ഡിജോക്സിനെ റിമൂവ് ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പം ഡ്രഗ് ഹോളിഡേ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ്. ടിഷ്യൂസിൽ ഇത്തരത്തിൽ റീറ്റെയിൻ ചെയ്യപ്പെടുന്ന ഡ്രഗ് എടുക്കാത്ത ദിവസത്തിൽ ഗ്രാജുവലി റിലീസ് ചെയ്യുകയും യൂട്ടിലൈസ് ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് 5 ദിവസം ഉപയോഗിച്ചതിന് ശേഷം 2 ദിവസം ഉപയോഗിച്ചില്ലെങ്കിലും അതിൻ്റെ തെറാപ്യൂട്ടിക് റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകും എന്ന് പറയുന്നത്. അതേപോലെ വേറൊരു കേസ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില മെഡിക്കേഷൻസ് ഹീമോഡയാലിസിസ് പേഷ്യൻറ്റിന് അതിന് മുമ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്, ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ്, ഇതൊക്കെ ബ്ലഡിൽ റീറ്റെയിൻ ചെയ്യപ്പെടുന്ന ഡ്രഗുകളാണ്. അപ്പോൾ ബ്ലഡിൽ റീറ്റെയിൻ ചെയ്യപ്പെടുന്ന ഡ്രഗിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് തീർച്ചയായിട്ടും ഈ ഡയാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് റിമൂവ് ചെയ്യപ്പെടും. അതേസമയം മോളിക്കുലാർ വെയിറ്റ് കൂടുതലുള്ള ഈ പറഞ്ഞ ഫിൽറ്ററായി പോകാത്ത പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്, കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ്, സ്റ്റാറ്റിൻ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ഒക്കെ ഹീമോഡയാലിസിന് മുമ്പ് തന്നെ കൊടുത്താലും കാര്യമായ പ്രോബ്ലം ഉണ്ടാവാറില്ല. കാരണം ഇതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് ആ പോറിലൂടെ അല്ലെങ്കിൽ ആ ഫിൽറ്റർ ചെയ്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കുറവാണ്. ഇതെല്ലാം നോട്ട് ചെയ്യുക. ഇത് കാര്യകാരണ സഹിതം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഈ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക.